ഇപ്പോൾ ഗിരിജയ്ക്ക് വേണ്ടത് എന്താണെന്ന് ഞങ്ങളോട് പറഞ്ഞത്, മാഡം ഉൾപ്പെടെ ഞങ്ങളോട് പറഞ്ഞത് കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടീനെ വിവാഹം കഴിച്ചയക്കണം. പിന്നെ ആ കുട്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രണ്ടുപേർക്കും ചിലവിന് വേണം. പിന്നെ അവർക്ക് ഒരു ചില അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനൊരു ചികിത്സ വേണം. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ചിലവിന് വേണം. പിന്നെ ഇത്തരം കാര്യം അത് ഞാൻ എൻ്റെ തീരുമാനം ഞാൻ പറയട്ടെ. എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടായാലും ശാരീരികമായിട്ടായാലും അവരെ ചെലവിന് കൊടുക്കാനോ എന്നെ സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയും. എന്നെ അവർ സംരക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും മാത്രം എയർപോർട്ടിലോട്ട് വന്ന് വണ്ടിയുണ്ട്. ലാലെന്ന് പറയുന്ന ഒരാളുടെ വണ്ടിയിലാണ് വരുന്നത്. അവിടെ അവനാണ് എൻ്റെ വണ്ടി എപ്പോഴും എന്നെ കൊണ്ടുവരുന്നത്. അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഈ കുട്ടിയുടെ കാതിലും കഴിച്ചിലൊന്നുമില്ല, അദ്ദേഹത്തിൻ്റെ കാതിലും കഴിച്ചിലൊന്നുമില്ല. ഞാനിതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പോയിട്ടുള്ളതാണ്, ഒന്നുമില്ല. അപ്പം ഞാനൊന്നും മിണ്ടിയില്ല, വണ്ടിക്കകത്ത് വെച്ച് സംസാരിച്ചൊന്നും മിണ്ടിയില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് കുറേ ആൾക്കാരും ഇങ്ങനെ വരുന്നു, ഓരോ അടുക്കളയിലും അവിടെ ഇവിടെയൊക്കെ കുറേ ആൾക്കാർ വന്നു. ഞാൻ വെച്ചു എന്താ പ്രശ്നം? ഞാൻ വെച്ച് ഞാൻ വന്നതിൻ്റെ പേര് എന്നെ കാണാൻ വന്നതായിരിക്കും വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഗിരിജ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ 5 ലക്ഷം രൂപ കൊണ്ടാണ് വരുന്നത്, ഞങ്ങളുടെ അടുത്തുനിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ആര് കടം വാങ്ങിച്ചു, ആര് പറഞ്ഞു കൊടുക്കാൻ? അപ്പോൾ അവരെങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അന്ന് എൻ്റെ അടുത്തൊരു വളയുണ്ടായിരുന്നു, ഇവർക്ക് ഇടാനായിട്ട് ഞാനൊരു വള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഇപ്പോൾ അവിടെയുള്ള വസ്തുവകകളുണ്ടല്ലോ, അത് 25 സെൻറ്റും വീടുമുണ്ട്. അത് വിൽക്കുക, അത് വിറ്റതിന് ശേഷം അത് എന്ത് വിലയ്ക്ക് കിട്ടുന്നോ ബാങ്കിൽ കൊടുക്കാനുള്ള ബാധ്യത തീർക്കുക. 3 ലക്ഷം രൂപ ആയിരിക്കാം, അത് അത്ര ഉണ്ടായിരിക്കാം എന്നുള്ളൂ. ഈ 3 ലക്ഷം രൂപ അതുണ്ടായിരിക്കും, അത് കൊടുക്കാൻ നിൽക്കുക. അത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പണത്തിനെ രണ്ടാക്കുക. ഒരു ഭാഗം ഇവർക്ക് കൊടുക്കുക, ഒരു ഭാഗം ഞങ്ങൾ 2 കുട്ടികളും എനിക്കും കൂടെ ആയിട്ട് തരാം. അമ്മാമയ്ക്കും മാമനും എല്ലാം കൂടെ ഉള്ളതാണ് സാറേ, എനിക്ക് അറിയാൻ വയ്യ. ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞുതരട്ടെ. 6 സെന്റ് സ്ഥലമുണ്ട്, അത് 5 ഉള്ളു. 5 സെന്റ് സ്ഥലം. ഈ 5 സെന്റ് സ്ഥലമുള്ളതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാമനും പിന്നെ ഒരു കുഞ്ഞമ്മയുടെ മോളുണ്ട്, ഇവരുണ്ട്. 3 ഓരിയുള്ളൂ. അവർ അദ്ദേഹത്തിന്റെ ഓരി കൊടുത്തു വിട്ടിട്ടുള്ളതാണ്, നേരത്തെ കൊടുത്തിട്ടാണ്. അപ്പൊ ഇതിനുള്ള ഇത് ഇത്രയേ ഉള്ളൂ. അമ്മമ്മയുടെ ഓരിയുണ്ട്, അമ്മമ്മയ്ക്ക് പേരുണ്ടായിരുന്നു. അമ്മമ്മയ്ക്കും 4 ഇതിൽ അമ്മമ്മയ്ക്കും ഇവരുടെ അമ്മയ്ക്കും ഇവരുടെ കുഞ്ഞമ്മയ്ക്കും മാമനും കൂടെ ആയിരുന്നു. എന്താ നിങ്ങൾ സഹായം വേണ്ടത് ഇവിടെ നിന്ന്? എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് വിൽക്കാനുള്ള, അതിപ്പോൾ വിൽക്കുന്നവർക്ക് ഇപ്പോൾ പെട്ടെന്ന് എന്തായാലും ബാങ്കിൽ നിന്ന് അത് ജപ്തി ചെയ്തത് വരാതെ, നമ്മളിപ്പോൾ വിൽക്കുന്നവർക്ക് വിറ്റ് നമ്മൾ അവൻ്റെ ബാധ്യത തീർക്കുന്നവർക്ക് ബാങ്കിൽ നിന്ന് ജപ്തി വരാതിരിക്കാനുള്ള ഒരു കാര്യങ്ങൾ കൂടെ. അതിപ്പോൾ ഇവിടെ നമ്മളൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് കോപ്പി നിങ്ങൾ ബാങ്കിൽ കൊടുക്കുക. ബാങ്കിൽ കൊടുത്തിട്ട് ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കുക, ഇങ്ങനെ ഒരു തീരുമാനമായിട്ടുണ്ട്, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ടൈം വേണം ഇത് വിൽക്കാനുള്ളത്, അപ്പോൾ ഇപ്പോൾ ജപ്തി നടപടി നിർത്തി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളൊരു ലെറ്റർ കൊടുക്കുക. ഈ കുട്ടിയുടെ കല്യാണത്തിനുള്ള പണത്തിൽ അത് വിവാഹ സമയത്ത് ഞാൻ ജീവിച്ചിരുമ്പോൾ ഞാനും കൂടെ ഒപ്പിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ളത് വെച്ചേക്കുള്ളൂ. അപ്പോൾ അടുത്ത വീട്ടുകാരുടെ ഒക്കെ നിങ്ങൾ കടം മേടിച്ചിട്ടുണ്ടെന്നാണ് എന്നാണ് ഇവർ പറയുന്നത്. ആ വള എടുത്തുകൊണ്ട് പോയപ്പോൾ എന്തോ അടുത്ത വീട്ടുകാരൊക്കെ ഒന്ന് ചോദിച്ചു. അപ്പോൾ ഈ കിട്ടുന്ന കാശ് മുഴുവൻ അവർ കടം ചോദിക്കുമ്പോൾ തിരിച്ച് കൊടുത്താൽ എന്ത് ചെയ്യും? ആ കൊച്ചിൻ്റെ ജീവിതം എന്താവും? കടക്കാർക്കൊന്നും കൊടുക്കുന്നില്ല, വെളിയിലുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യം എന്താ? എന്തെങ്കിലും കടമുണ്ടോ? ഈ വീടിന്റെ ബാങ്കിലുള്ളതല്ലാതെ വെളിയിൽ കടമുണ്ട്. എത്ര കടം? ഒരു 2 ലക്ഷം രൂപയുടെ അടുത്ത് കടം. അതന്നെ, ഇങ്ങനെ പല കടങ്ങളുണ്ട്. അതൊന്നും അല്ല, ആ 2 ലക്ഷം രൂപ കടം വന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് അത് പെരേടം വാങ്ങിച്ചത്? ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പലിശക്കെടുത്താണ്. സെന്റിന് 3700 രൂപ അന്ന് ആയുള്ളൂ, അങ്ങനെ മേടിച്ചതാണ്. കൊടുക്കേണ്ടത് അദ്ദേഹമല്ലേ? എന്നേക്കാൾ കൂടുതൽ താല്പര്യം ഈ കുട്ടിയുടെ വിവാഹത്തിന് അവരുടെ അനിയത്തിമാർക്കാണ്. അതെ, അപ്പൊ അത് നടക്കട്ടെ, അവരൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ആ അനിയത്തിമാർക്കും കൂടെ എന്നേക്കാൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും വിട്ടുവീഴ്ച ചെയ്ത് അനിയത്തിമാര് ഈ പ്രോഗ്രാം കാണും. അപ്പൊ ഞങ്ങള് ഈ പ്രോഗ്രാമിൽ കൂടെ ആ കുടുംബത്തോട് പറയാണ്, നിങ്ങളുടെ ഒരു സഹോദരിയാണ്, അവളുടെ നന്മയും അത് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ പോലെ തന്നെ അവൾക്ക് ആ സമയത്ത് ഇവര് കൊടുക്കുന്ന പണം മുഴുവൻ അവര് മറ്റൊരു രീതിയിൽ ചിലവാക്കിയിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് അന്ന് നിങ്ങളിവിടെ എഴുതി വെച്ചു, എൻ്റെ കുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കാൻ എഴുതി വെച്ചു എന്നും പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ്.